ലക്ഷ്മിയാണ്. ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്റെ അമ്മായിയുടെ മോനും കുഞ്ഞമ്മയുടെ മോനൊന്നും അല്ല. അതുകൊണ്ട് തന്നെ ഇയാൾ ജയിലിൽ കിടന്നാലും ജാമ്യത്തിൽ ഇറങ്ങിയാലും അതൊന്നും എന്റെ പേഴ്സണൽ ലൈഫിൽ യാതൊരു ഇമ്പാക്റ്റും ഉണ്ടാക്കുന്ന കാര്യങ്ങളുമല്ല. പക്ഷേ ഇതൊരു സോഷ്യൽ ഇഷ്യൂ ആയി വാർത്തയായി മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ അതിനെ അനുകൂലിക്കാനും പ്രതികൂലിക്കാനുമുള്ള അവകാശം പബ്ലിക്കിനുണ്ട്. അങ്ങനെ പ്രതികൂലിക്കാനും അനുകൂലിക്കാനും അവകാശം ഉണ്ടായിരിക്കെ പ്രതികൂലിക്കുന്നവർ കറക്റ്റും അനുകൂലിക്കുന്നവർ തെറ്റുമാകുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാവുന്നില്ല. അനുകൂലിക്കുന്നവരുടെ ലിസ്റ്റിലാണ് ഇപ്പൊ ഞാനുള്ളത്. അതിന് എന്റേതായിട്ടുള്ള ശരികളുണ്ട്. പ്രതികൂലിക്കുന്നവർക്ക് അതിന്റേതായിട്ടുള്ള ശരികൾ അവർക്കുമുണ്ട്. അപ്പൊ അവർ മാത്രം ശരിയും ഈ അനുകൂലിക്കുന്നവർ തെറ്റുമാണെന്ന് പറഞ്ഞിട്ട് ഈ അനുകൂലിക്കുന്നവരെയൊക്കെ പിടിച്ച് സൈബർ ബുള്ളിങ്ങിന് ഇടുന്നത് എന്ത് ഇടപാടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എനിക്ക് ചിരിയാ വരുന്നത്. എവിടെയോ കിടക്കുന്ന രാഹുലിന് വേണ്ടിയിട്ട് ഒരു പരിചയമില്ലാത്ത ആൾക്കാരെ തെറിയോട് തെറി. എന്ത് കാര്യത്തിന്? നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് എവിടെയും ആരും പറഞ്ഞു കേൾക്കുന്നില്ല. ഈ അനുകൂലികൾ ആരും പറഞ്ഞു കേൾക്കുന്നില്ല. എല്ലാവരും പറഞ്ഞ ഒറ്റ കാര്യം എന്ന് പറയുന്നത് രണ്ടുപേർ തമ്മിൽ ചെയ്തിട്ടുള്ള തെറ്റും ശരിക്കും ഒരാൾ മാത്രം ക്രൂശിക്കപ്പെടുന്നത് ശരിയല്ല എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഒരു അതിജീവിത എന്ന് പറയുന്ന ആ ഒരു കാറ്റഗറിയെ ആരും തന്നെ ഇൻസൾട്ട് ചെയ്തിട്ടില്ല, അപമാനിച്ചിട്ടില്ല, അല്ലെങ്കിൽ കുറ്റം പറഞ്ഞിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. ആകെ ചെയ്തിട്ടുള്ളത് ഈ രാഹുലിന്റെ പക്ഷത്ത് ചില ആൾക്കാർ അനുകൂലികളായി മാറി എന്നുള്ളത് മാത്രമാണ്. അതെങ്ങനെ മാറി എന്നുള്ളതും കൂടെ പറയാം. ആദ്യം തുടക്കത്തിൽ ഈ വാർത്തകൾ വന്നു തുടങ്ങിയപ്പോൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പോസ്റ്റ് ഇട്ട ആൾ തന്നെയാണ് ഞാനും. കാരണം ആ സമയത്ത് ഈ അതിജീവിത ആരാണെന്നോ അവരുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ടോ ഒന്നും അറിയില്ല. എനിക്ക് ആദ്യം മനസ്സിലായിരുന്നത് ഇവർ തമ്മിൽ പ്രേമിച്ച് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴേക്കും ആ കുട്ടി ഗർഭിണിയായി. അന്നേരം ഇയാളുടെ തനി സ്വഭാവം കാണിച്ചു കാണും. ഈ സാധാരണ തേച്ചിട്ട് പോകുന്ന ഒരു കാറ്റഗറിയാണ് കാണിച്ചത് എന്നാണ് എനിക്ക് മനസ്സിലായത്. പിന്നെ അങ്ങോട്ട് പോകെയാണ് കാര്യങ്ങളുടെ നിജസ്ഥിതി കുറച്ചുകൂടെ ക്ലിയർ ആയി പബ്ലിക്കിന് കിട്ടിത്തുടങ്ങിയത്. അങ്ങനെ കിട്ടിത്തുടങ്ങിയ സമയത്താണ് ഇവർ ശരിയാണ് ചെയ്തതെങ്കിൽ ഇവർ രണ്ടുപേരും ശരിയാണ് ചെയ്തത്, തെറ്റാണ് ചെയ്തതെങ്കിൽ ഇവർ രണ്ടുപേരും തെറ്റാണ് ചെയ്തത് എന്നൊരു നിഗമനത്തിലേക്ക് നാട്ടുകാരെത്തുന്നത്, കൂട്ടത്തിൽ ഞാനും. എനിക്കും അങ്ങനെ തോന്നിയപ്പോഴാണ് ഞാനും രാഹുലിനെ അനുകൂലിക്കാം, രാഹുലിന്റെ പക്ഷത്ത് നിന്ന് സംസാരിക്കാം എന്ന് വിചാരിച്ചത്. ഇപ്പൊ എന്നെ പോലെ ഒരു സാധാരണക്കാരി രാഹുലിന്റെ പക്ഷത്ത് നിന്ന് സംസാരിച്ചു എന്ന് വെച്ചിട്ട് അയാൾക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ? ഒരു ഗുണവുമില്ല. എന്നെ എന്തിനാണ് എന്റെ സൈബർ ബുള്ളിങ്ങിന് എന്നെ പിടിച്ചിടുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പിന്നെ ബുള്ളി ചെയ്യുന്നവർ ബുള്ളി ഇട്ടെ എന്ന് മാത്രമേ പറയാനുള്ളൂ. അതായത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഓഫീസിൽ എന്തെങ്കിലും ആവശ്യവുമായിട്ട് കയറി ചെന്ന ഒരാളെ രാഹുൽ മോശമായ ഒരു വാക്ക് പോലും പറഞ്ഞതായിട്ട് നമുക്ക് ഇതുവരെ യാതൊരു റിപ്പോർട്ടുകളും കിട്ടിയിട്ടില്ല. സോഷ്യൽ മീഡിയ വഴി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കോണ്ടാക്ട് വഴി ഉണ്ടായ രണ്ട് സൗഹൃദം വളർന്ന് പടർന്ന് പന്തലിച്ച് ഈ അവസ്ഥയിൽ എത്തിയതിന്റെ കാരണങ്ങളും അവർ തന്നെയാണ്, അല്ലാണ്ട് അത് പബ്ലിക് അല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ രാഹുൽ മാങ്കൂട്ടത്തിനെ മാത്രം കുറ്റം പറയാൻ നമുക്ക് പറ്റില്ല. ഇന്നിപ്പോ സുപ്രീം കോടതി എന്താ പറഞ്ഞിട്ടുള്ളത്? വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്നാൽ ഒരു വിവാഹിതയ്ക്ക് അവകാശപ്പെടാൻ പറ്റുന്ന ഒരു കാര്യമല്ല എന്നാണ്. അത് നമുക്ക് അറിയുന്ന ഒരു കാര്യമാണ്. വിവാഹ ബന്ധത്തിൽ ഇരിക്കെ തന്നെ ഒരു കല്യാണം കഴിക്കാൻ പാടില്ല. നമുക്ക് പറയുന്ന പല കേസസ് ഉണ്ട്. അതായത് ഭർത്താവ് ഇട്ടിട്ട് പോയി അല്ലെങ്കിൽ ഭാര്യ ഇട്ടിട്ട് പോയി, അവർ വേറെ കല്യാണം കഴിച്ചു പോയി. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും ഭർത്താവിന് ലീഗലി ഡിവോഴ്സ്ഡ് എന്ന് പറയുന്ന പേപ്പർ കിട്ടിയില്ലെങ്കിൽ അല്ലെങ്കിൽ ഭാര്യയ്ക്ക് കിട്ടിയില്ലെങ്കിൽ അവർക്ക് കല്യാണം കഴിക്കാൻ നിയമപരമായി കഴിയില്ല എന്നുള്ളതൊരു വസ്തുതയാണ്. അതേ വസ്തുത നിലനിൽക്കുമ്പോൾ നിന്നെ ഞാൻ കല്യാണം കഴിച്ചോളാം എന്ന് പറയുമ്പോൾ അതെങ്ങനെയാണ് അവർ വിശ്വസിക്കുക എന്നുള്ള ചോദ്യം മാത്രമേ ഉള്ളൂ. ഇനിയും ഒരുപാട് വളരെ ആഴത്തിലുള്ള ചോദ്യങ്ങൾ പബ്ലിക്കിന്റെ ഇടയിലുണ്ട്. പക്ഷെ അത് ചോദിക്കാൻ പറ്റാത്തത് എന്തുകൊണ്ടാണ്? ചോദിച്ചു കഴിഞ്ഞാൽ അതിജീവിതയെ അപമാനിച്ചു എന്ന് പറഞ്ഞിട്ട് കേസ് വരും. അത് പേടിച്ചിട്ടാണ്. അതായത് നമ്മൾ വല്ലവനും വേണ്ടി സംസാരിച്ച് നമ്മൾ ജയിച്ചെന്ന് ഉണ്ടേണ്ട കാര്യമില്ലല്ലോ. ഉണ്ടല്ലേ ഇപ്പൊ അവിടെ ചപ്പാത്തി ആണെങ്കിലും തിന്നേണ്ട കാര്യമില്ല. നമ്മളെ വീട്ടിലെ കഞ്ഞും പയറും കുടിച്ച് കിടന്നാൽ പോരെ. ഈ ഒരൊറ്റ കാരണം കൊണ്ടാണ് ആൾക്കാരും നിജസ്ഥിതികളിലേക്ക് കടക്കാത്തത്. ആ നിജസ്ഥിതികൾ എല്ലാവരുടെയും ഉള്ളിലുണ്ട്. അങ്ങനെ അത് തെളിഞ്ഞു വന്നപ്പോഴാണ് ഈ പറഞ്ഞ രാഹുൽ പക്ഷം ചേരാൻ ആൾക്കാരുണ്ടായത്. അത് തുടക്കത്തിൽ രാഹുലിന്റെ പക്ഷം ചേരാൻ ഒരു സ്ത്രീകളും ഉണ്ടായിരുന്നില്ല. അതാണ് റിയാലിറ്റി. അപ്പൊ ഇത്ര തന്നെ ഞാനും പറഞ്ഞിട്ടുള്ളൂ. അതിന് എന്നെ ഒരു സൈബർ ബുള്ളിങ്ങിന് ഇട്ട് കൊടുക്കേണ്ട കാര്യമില്ല. ഇനിയിപ്പോ സൈബർ ബുള്ളി ചെയ്താലേ പറ്റൂ എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ലോകത്ത് യാതൊരു തരത്തിലുള്ള അഭിപ്രായങ്ങളും പറയാതെ ജീവിക്കേണ്ടി വരും. ഇത് ചൈനയും കൊറിയയൊന്നും അല്ലല്ലോ എന്തെങ്കിലും പറഞ്ഞ ഏകാധിത്യ ഭരണം നടത്താൻ വേണ്ടിയിട്ട്. എല്ലാവർക്കും അഭിപ്രായം പറയാം. പക്ഷെ പിന്നെ ഈ അഭിപ്രായങ്ങൾക്ക് വിയോജിപ്പുകളും രേഖപ്പെടുത്താം. എങ്ങനെയാണെന്ന് വെച്ചാൽ സഭ്യമായ ഭാഷയിൽ വിയോജിപ്പുകൾ രേഖപ്പെടുത്താം, മാന്യമായ ഭാഷയിൽ വിമർശിക്കപ്പെടാം. ഇതൊന്നും അല്ലാണ്ട് കുറെ തെറി പറയുന്ന ആൾക്കാരോട് എന്ത് പറയാനാണ്? ഒന്നും പറയാനില്ല. അപ്പൊ ഈ രാഹുൽ മാങ്കൂട്ടത്തിനും ഹാഷ്മിയായിട്ടുള്ള ഇന്റർവ്യൂ വന്നു കഴിഞ്ഞപ്പോൾ ഹാഷ്മിയെ കുറെ ആൾക്കാർ കുറ്റം പറയും. അയാൾ ചെയ്ത തെറ്റെന്താണ്? ഒരു സമയത്ത് ഒരു ആഡ് വരുന്നു 5 മണിക്ക് ഈ പറഞ്ഞ 24 ചാനലിൽ ഇവരുടെ ഇന്റർവ്യൂ, ഈ രാഹുലിന്റെ ഹാഷ്മിയുടെ നമ്മളെ ഒരു ഇന്റർവ്യൂ വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും ചെന്ന് കാത്തിരുന്നത് ഹാഷ്മിയുടെ ചടുലമായ വാക്കുകൾ കേൾക്കാനാണോ? അല്ല, രാഹുൽ എന്താണ് പറയുന്നത് എന്ന് കേൾക്കാനാണ്. അപ്പൊ അയാൾ ക്വസ്റ്റ്യൻസ് അങ്ങോട്ട് ചോദിക്കാനേ ഹാഷ്മിക്ക് പറ്റുള്ളൂ. ആ ക്വസ്റ്റ്യൻസിന്റെ ആൻസേഴ്സ് ആണ്, പല ആൻസേഴ്സും ഹാഷ്മി അയാളെ സംസാരിക്കാൻ പോലും അനുവദിച്ചിട്ടില്ല എന്നാണ് എനിക്ക് തോന്നിയത്. അപ്പോഴാണ് പറയുന്നത് ഹാഷ്മി 24 കൂടി അയാളെ വെളുപ്പിക്കാൻ ശ്രമിച്ചു, കാശ് കൊടുത്തു എന്നൊക്കെയാണ് പറയുന്നത്. അതൊന്നും നമുക്കറിയാത്ത കാര്യങ്ങളാണ്. പക്ഷെ വെളുപ്പിക്കാൻ വേണ്ടി ഹാഷ്മി ശ്രമിച്ചിട്ടില്ല എന്നാണ് എനിക്ക്
എന്താണ് പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്തത്. കാരണം ഞാനും ഒരു ഇന്റർവ്യൂവർ ആകാനൊക്കെ ഒരുപാട് ആഗ്രഹിച്ചിരുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഈ ഇന്റർവ്യൂവേഴ്സിന്റെ ഒക്കെ ഇന്റർവ്യൂസ് ഒക്കെ കണ്ടും അതിനെയൊക്കെ മനസ്സിലാക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. ആ മനസ്സിലാക്കാൻ ഞാൻ ശ്രമിച്ചപ്പോൾ ഞാൻ പഠിച്ചു വെച്ചൊരു പാഠം എന്ന് പറഞ്ഞാൽ, എന്തെങ്കിലും അങ്ങനെ ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ ഒരിക്കലും നമ്മളുടെ കഴിവ് പ്രകടിപ്പിക്കാനല്ല ആ വേദി ഉപയോഗിക്കേണ്ടത്, നമ്മളുടെ ക്വസ്റ്റ്യൻസ് കൊടുത്തുകൊണ്ട് ആ നമ്മുടെ മുന്നിലിരിക്കുന്ന ഗസ്റ്റിന്റെ ഉത്തരം കേൾപ്പിക്കുക ജനങ്ങളെ എന്നാണ്. അതായത് ജനങ്ങൾ ഇരിക്കുന്നതും ആ ഗസ്റ്റിന്റെ ഉത്തരം കേൾക്കാനാണ് എന്നുള്ളതാണ്. അപ്പൊ പിന്നെ ഹാഷ്മി ചെയ്ത് എവിടെയാണ് തെറ്റെന്ന് പറയുന്നത്? അതുപോലെ തന്നെ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ സംസാരിച്ചു വരുമ്പോൾ എവിടെയെങ്കിലും സ്ത്രീകളെ മറ്റൊരു തരത്തിലേക്ക് വർത്താനം വ്യാഖ്യാനിക്കപ്പെടുമോ എന്നൊരു ചെറിയ ചിന്ത പോലും വരുന്നിടത്ത് അയാൾ അത് എതിർക്കുന്നുണ്ട്. അതായത് ഈ ഷഹനാസ് എന്ന് പറയുന്ന ആള് എന്നെ ദുബായിലേക്ക് ക്ഷണിച്ചു എന്ന് പറയുന്ന സമയത്ത് തന്നെ ഈ പറഞ്ഞ ഹാഷ്മി ഇടപെട്ട് പറയുന്നുണ്ട്, ദുബായിലേക്ക് ക്ഷണിച്ചു എന്നല്ല, ദുബായിലേക്ക് ക്ഷണിച്ച പുസ്തകോത്സവത്തിനാണ്, അതുപോലെ തന്നെ അത് എന്നെയും വിളിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പെട്ടെന്ന് തന്നെ അവിടെ പറഞ്ഞു. അതായത് ഒരു സ്ത്രീകളെയും അപമാനിക്കാൻ ഹാഷ്മി ഈ ഒരു ഇന്റർവ്യൂവിൽ കൂട്ടുനിന്നിട്ടില്ല, വെളുപ്പിക്കാൻ കൂട്ടുനിന്നിട്ടില്ല എന്നാണ് എനിക്ക് തോന്നിയത്. അപ്പൊ ഞാൻ പറഞ്ഞത്, ഈ ഒരു സൈബർ ബുള്ളിങ് ചെയ്യുമ്പോൾ എന്താണ് അവർ പറഞ്ഞിരിക്കുന്നത് അല്ലെങ്കിൽ എന്താണ് അവർ സംസാരിച്ചിരിക്കുന്ന ടോപ്പിക് എന്ന് മനസ്സിലാക്കിയിട്ട് പഞ്ഞിക്കിടുന്നതായിരിക്കും നല്ലത്. കാരണം ഇതേ മറുപടി നമ്മൾ തിരിച്ചു പറയാനും നമുക്ക് അവകാശമുണ്ട്. എനിക്ക് വരുന്ന എല്ലാം കുറെ ഫേക്ക് അക്കൗണ്ട്സ് എന്നാണ്. 2 ഫ്രണ്ട്സ്, 5 ഫ്രണ്ട്സ്, 6 ഫ്രണ്ട്സ് ഒക്കെയുള്ള ഫേക്ക് അക്കൗണ്ട്സ് എന്നാണ്. പ്രതികൂലിക്കുന്നവർക്ക് എത്ര വിമർശിക്കാൻ അധികാരമുണ്ടോ അതുപോലെ തന്നെ അനുകൂലിക്കുന്നവർക്കുമുണ്ട്. ഈ ലോകത്ത് 2 പക്ഷമുണ്ട്, പ്രതികൂല പക്ഷമുണ്ട്, അനുകൂല പക്ഷമുണ്ട്. ഈവൻ കോടതികളിൽ പോലും അതില്ലേ. അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഈ കോടതിയിൽ നിന്ന് മറ്റൊരു കോടതിയിലേക്ക് ഒരു കേസ് മാറ്റപ്പെടുന്നത്? അതായത് ഈ കോടതിയിലെ ജഡ്ജി കാണുന്ന വ്യൂ പോയിന്റ്സ് ആയിരിക്കില്ല മറ്റൊരു കോടതിയിലുള്ള ഒരു ജഡ്ജി കാണുന്ന വ്യൂ പോയിന്റ്സ്. അദ്ദേഹത്തിന്റെ മെമ്മറിയിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു വ്യൂവിൽ കുറെ കൂടെ ക്ലിയർ ആയിരിക്കും അത്. ചിലപ്പോൾ മറ്റൊരാൾ അതിന്റെ മുകളിലോട്ട് പോകുമ്പോൾ ചിലപ്പോൾ ഈ പറഞ്ഞ ആൾ പറഞ്ഞത് തെറ്റാണെന്ന് വരാം. അപ്പൊ കോടതികളിൽ പോലും ഡിഫറെന്റ് ഒപ്പീനിയൻസ് വരുന്നത് എല്ലാവരുടെയും കാഴ്ചപ്പാടുകൾ വ്യത്യസ്തമായതുകൊണ്ടാണ്. അതിനൊക്കെ സൈബർ ബുള്ളിയാന്ന് പറഞ്ഞാൽ ആർക്കും ഒന്നും മിണ്ടണ്ടേ? അത്രേ എനിക്ക് ചോദിക്കാനുള്ളൂ. അപ്പൊ എന്തായാലും എനിക്കെതിരെ ഇപ്പം രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂല പക്ഷം എന്നുള്ള പേരിട്ട് എനിക്ക് നല്ലോണം സൈബർ ബുള്ളിങ് കിട്ടുന്നുണ്ട്. എന്ത് കാര്യത്തിനൊന്നും കൂടെ ഒന്ന് പറയണം കേട്ടോ. കാരണം ഇയാൾ എന്റെ കുഞ്ഞമ്മേരെ മോനങ്ങാനും ആയിരുന്നെങ്കിൽ ഞാൻ അനുകൂലിച്ചതിന് കാര്യമുണ്ടെന്ന് പറയാം. ഇത് വസ്തുതകൾ മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു അനുകൂലനമാണ്. പിന്നെ ആദ്യം എന്തുകൊണ്ടാണ് പ്രതികൂലിച്ചത് എന്ന് നിങ്ങൾക്ക് ചോദിക്കാം. ആദ്യം പ്രതികൂലിക്കാനുള്ള കാരണം ഞാൻ ഈ പറഞ്ഞില്ലേ, ആദ്യമായിട്ട് ഞാൻ ഈ അതിജീവിതയുടെ വോയിസ് നോട്ട് കേൾക്കുമ്പോൾ ഞാൻ വിചാരിച്ചത് ഇവര് തമ്മിൽ പ്രണയത്തിലായിരുന്നു, അതിൽ ഈ കുട്ടി ഗർഭിണിയായി, അപ്പൊ ഇയാൾ തേക്കാൻ നോക്കി എന്നാണ് എനിക്ക് മനസ്സിലായത്. പിന്നെയാണ് ആ കുട്ടിയുടെ ഫാമിലി ഹിസ്റ്ററി, ഇതൊക്കെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ മനസ്സിലാവുന്നത്. അന്നേരമാണ് നമ്മൾ നിജസ്ഥിതികളെ കുറിച്ച് കൂടുതൽ ബോധവാന്മാരാകുന്നത്. അപ്പോഴാണ് രാഹുലിന് വേണ്ടി രാഹുലിനെ ശിക്ഷിക്കല്ലേ എന്നൊന്നും നമ്മൾ പറഞ്ഞില്ല. രാഹുലിന്റെ ഭാഗത്ത് ശരികളുണ്ട് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അല്ലാതെ രാഹുലിനെ ശിക്ഷിക്കരുത്, രാഹുലിനെ എടുത്ത് രൂപക്കൂട്ടി വയ്ക്കണമെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അയാളുടെ ഭാഗത്തും ശരികളുണ്ട്, പൂർണ്ണമായി അയാൾ തെറ്റുകാരനല്ല എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ.